ചേച്ചിയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ചേച്ചി കല്യാണം കഴിഞ്ഞ് നിന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന്. ആടി, എന്റെ നല്ല കാലം മുഴുവൻ ഞാൻ കിടന്ന് കഷ്ടപ്പെട്ടത് നിനക്കൊക്കെ വേണ്ടിയാ. അച്ഛൻ മരിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന അമ്മേനെ നിന്നെയൊക്കെ കൊണ്ട് എങ്ങനെ മുന്നോട്ട് ജീവിക്കുന്ന ആലോചിച്ച് നിന്നപ്പോഴാ ഞാൻ എൻ്റെ ഡിഗ്രി ഒഴിവാക്കി ട്യൂഷൻ എടുത്തും മുട്ട വെച്ചിട്ടും ചിട്ടി പിരിച്ചിട്ടൊക്കെ നിന്നൊക്കെ വളർത്തിയത്. അതും കഴിഞ്ഞ് ബാങ്കൊക്കെ കയറി ഇറങ്ങി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചു. അന്നൊക്കെ എനിക്ക് വന്ന് ഏതെങ്കിലും ഒരു ആലോചനയ്ക്ക് ഞാൻ സമ്മതം കൊടുത്തിരുന്നെങ്കിണ്ടല്ലോ, നീ ഒന്നിപ്പോ ഇങ്ങനെ വലിയ ഗൾഫുകാരികളായിട്ട് എന്റെ മുന്നിൽ വന്ന് നിങ്ങൾ പ്രസംഗിക്കില്ലായിരുന്നു. പുറം ലോകം പോലും കാണില്ലായിരുന്നു. മതി, ഇങ്ങനെ ഏത് നേരം കഷ്ടപ്പാടിനേരം പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെ ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പൊ പറഞ്ഞൊരു എഡ്യൂക്കേഷൻ ലോൺ അത് കൃത്യമായിട്ട് അടച്ചു തീർത്തിട്ടുണ്ട്. ഞങ്ങളായിട്ട് ഈ കുടുംബത്തിന് യാതൊരു ബാധ്യത ഉണ്ടാക്കിയിട്ടുമില്ല. എന്റെ കല്യാണത്തിനും ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ഒരാൾ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട് വരുമ്പോൾ ഓരോ വളർത്തിയ കഥയും പറഞ്ഞുകൊണ്ട് വന്നോളൂ.